بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب متى يصح سماع الصغير ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ രണ്ട് ബാബുകളിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് എന്ന ബാബും അതുപോലെ മൂസാ നബി കടൽ യാത്ര പഠിക്കാൻ വേണ്ടി ചെയ്ത സംഭവവുമെല്ലാം അതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സാണുള്ളത്. അപ്പം അതിൻ്റെ മുമ്പ് ഹംല് ചെയ്ത ഹദീസുകൾ പറഞ്ഞപ്പോൾ അപ്പോൾ പ്രായപൂർത്തിയായിരുന്നോ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക്? ഹദീസുകൾ കേൾക്കുമ്പോൾ പ്രായപൂർത്തിയാവണ്ടേ എന്ന ഒരു ചർച്ച മുഹദ്ദിസീങ്ങളുടെ ഇടയിലുണ്ട്. ഈ ഒരു ചർച്ചക്ക് മറുപടിയായി ഇമാം ബുഖാരി പറയുകയാണ്, മതാ യസിഹു സമാഉ സഗീർ, കുട്ടി കേട്ടാൽ ഹദീസുകൾ ദീനീ കാര്യങ്ങൾ കേട്ടാൽ ആ കേൾക്കൽ എപ്പോൾ സഹിയാകും? ഇവിടെ എപ്പം തഹമ്മുല് ചെയ്യാം, എപ്പോൾ പഠിക്കാം എന്നതാണ്. പഠിപ്പിക്കൽ എപ്പോൾ എന്നുള്ളത് അത് വേറൊരു ചർച്ചയാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ അയിമ്മത്ത് കിറാം റളിയല്ലാഹു അൻഹും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, യഹ്യ ബിൻ മഈൻ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടാളും തമ്മിൽ ചർച്ച ഉണ്ടായിരുന്നു. യഹ്യ ബിൻ മഈൻ തങ്ങൾ പറഞ്ഞു, 15 വയസ്സാവണം ഒരാൾ പഠനം തുടങ്ങണമെങ്കിൽ, ഹദീസ് പോലെയുള്ള അതിഗൗരവമുള്ള വിഷയങ്ങൾ പഠിക്കാൻ അത് ഓതിക്കൊടുക്കണമെങ്കിൽ അവർക്ക് 15 വയസ്സാവണം. അതിൻ്റെ മുമ്പ് അതിൻ്റെ ആലാത്തുകൾ പഠിച്ചാൽ മതി. അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അത് വളരെ സ്വൈപ്പാക്കി കളിയാക്കി, യഹ്യ സാധാരണ പറയലൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്, ഈ പറഞ്ഞത് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ് സ്വൈപ്പാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാൾക്ക് ഹദീസ് പഠിക്കണമെങ്കിൽ, ദീനിൻ്റെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് ആ കേൾക്കുന്ന വിഷയം വകതിരിവാകുക, അത് മനസ്സിലാകുക എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാവുന്ന പ്രായം എത്രയാണ്? അത് ഓരോരോ ആളുകൾക്ക് ഓരോരോ അവസ്ഥയാണ്. എല്ലാ കുട്ടികളും ഒരേ മാതിരിയല്ല. ഫത്ഹുൽ ബാരി ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അബൂബക്കർ ബിൻ മുഖ്രി എന്ന് പറയുന്ന മഹാനായ ഹാഫിള്, അവർ 4 വയസ്സായ കുട്ടിക്ക് അവരെ ഖുർആൻ പഠിപ്പിക്കാനും ഹദീസ് പഠിപ്പിക്കാനും യോഗ്യതയായിട്ടുണ്ടോ എന്നൊരു ഇൻ്റർവ്യൂ നടത്തും. അത് നടത്തിയതിൻ്റെ ശേഷം 4 വയസ്സായ കുട്ടികൾക്ക് ഖുർആനിൽപ്പെട്ട സൂറത്തുകൾ മനഃപ്പാഠമായി കൊടുക്കലുണ്ട്. അബൂബക്കർ മുഖ്രി, അത് മഷൂറാണ്. ഫത്ഹുൽ ബാരി വിഷയം 211 പേജിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ മഹാന്മാരായ പിതാക്കന്മാർ ഹദീസ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ചെറിയ മക്കളെ കൂടെ കൊണ്ടുപോവുകയും ഉസ്താദന്മാരെ കൊണ്ട് അവർക്ക് ഹദീസ് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കലും പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ദീൻ പഠിപ്പിക്കലിനുള്ള കാരണം പ്രായം പ്രാഥമികമായത് 7ാമത്തെ വയസ്സിൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് നിസ്കാരവും അതിൻ്റെ ഹക്കാമുകളും മുഴുവനും അറിഞ്ഞിരിക്കണം.
വാജിബ്, സുന്നത്ത്, ഫർള് എന്നുള്ളത് വേർതിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ, കർമ്മങ്ങൾ മുഴുവനും അവനെ പഠിപ്പിച്ചിരിക്കണമല്ലോ. എന്നാൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ, നോൻപ് വെക്കാൻ പറ്റുള്ളൂ. അതോടുകൂടെ ഹദീസ് പോലെയുള്ള വിഷയങ്ങൾ അവർക്ക് മനഃപ്പാഠമാക്കി കൊടുക്കാനും അവർക്ക് പഠിപ്പിക്കാനും പ്രായപരിധി ഇല്ല. അതിൻ്റെ പ്രായം അവർക്ക് അവരവർക്ക് ഓരോരോ കുട്ടികൾക്കനുസരിച്ചാണ് അവർക്ക് അത് പഠിക്കാനുള്ള മാനസികമായ കഴിവും ബോധവും ബുദ്ധിയുമുണ്ടെങ്കിൽ എത്ര ചെറിയ പ്രായത്തിൽ പോലും പഠിപ്പിക്കാം. ധാരാളം സംഭവങ്ങളുണ്ട്. 2 വയസ്സായ കുട്ടികൾ ഖുർആൻ ഹിഫ്ളാക്കിയ സംഭവമെല്ലാം മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. 2 വയസ്സായ കുട്ടി ഖുർആൻ അങ്ങനെ ഓതും, കാണാതെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിക്ക് വിശന്ന കുട്ടി ചെറിയ കുട്ടികളന്മാർ കാര്യം ചെയ്യും. അതിന് ആ വിഷയമെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കലിൻ്റെ പ്രായം, പഠിക്കലിൻ്റെ പ്രായം അത് അവർക്ക് വകതിരിവാവലും അത് തിരിയലുമാണ്. പ്രായപൂർത്തിയാവുക എന്നുള്ളതിൻ്റെ മാനദണ്ഡമല്ല. ഇതാണ് ഇമാം ബുഖാരി ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതാ യസിഹു സമാഉ സഗീർ, സഗീർ ഹദീസ് കേൾക്കൽ എപ്പോൾ സഹിയാകും? അത് അതിനുള്ള മറുപടിയാണ് ഹദീസ്. അതെന്താ? വകതിരിവുണ്ടാകുമ്പോഴൊക്കെ പറ്റും. 2 ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا إسماعيل بن أبي أويس قال حدثني مالك عن ابن شهاب عن عبيد الله بن عبد الله بن عتبة عن عبد الله بن عباس رضي الله عنهما وعنهم أنه قال أقبلت راكبا على حمار أتان وأنا يومئذ قد ناهزت الاحتلام ورسول الله صلى الله عليه وسلم يصلي بمنى إلى غير جدار فمررت بين يدي بعض الصف وأرسلت الأتان ترتع فدخلت في الصف فلم ينكر ذلك علي. برواية പ്രകാരം فلم ينكر ذلك علي. ഈ സനദിലുള്ള മഹാന്മാർ 5 പേർ, ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ്, അതുപോലെ അവരുടെ ഉസ്താദ് ഇമാം മാലിക്, അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബ് സുഹ്രി, അവരുടെ ഉസ്താദ് ഫുഖഹാ സബഅയിൽപ്പെട്ട ഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉത്ബ, അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും. അതെല്ലാം മുമ്പ് വളരെ വ്യക്തമായി ചർച്ച ചെയ്ത ആളുകളാണ്. ഖാല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്ബൽതു, ഞാൻ മുന്നിട്ട് വന്നു, റാക്കിബൻ അലാ ഹിമാരിൻ, കൈതപ്പുറത്ത് കയറിയവനായ സ്ഥിതിയിൽ, അത്താനിൻ, പെണ്ണായ കൈത. അത്താനി സിഫത്താക്കുക എന്നുള്ളതാണ്. വേറെ കൂട്ടർ പറയുന്നുണ്ട് ബദലു ആവാ, ഹിമാറുള്ള ജിൻസിലേക്ക് പറയുന്നതാണ്. അപ്പോൾ കൈത, ആ കൈത പെണ്ണായ കൈതയാണ്, പങ്കൈതയാണ് എന്ന് വരുത്താൻ വേണ്ടി അത്താനിയും പറഞ്ഞു. എന്തിനാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ ഇവിടെ ഇതുപോലെയുള്ളവർ അല ഹിമാരിൻ അത്താനിൻ എന്ന് പ്രത്യേകം പറഞ്ഞത്? അതെന്താ? അവിടെ ചില ആളുകൾ പറയുന്നുണ്ട് നിസ്കാരത്തിൻ്റെ മുമ്പ് കൂടെ കൈത പോയാൽ നിസ്കാരം ബാത്തിലാകും. വേറെ കൂട്ടർ പറയുന്നുണ്ട് പെൺകൈത പോയാലേ ബാത്തിലാവുള്ളൂ. അതിന് പറയാണ് ആൺകൈതല്ല പെൺകൈത തന്നെ കയറിയിട്ട് ഞാൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അസ്ഹാബുമാരും ഫർള് നിസ്കാരം മിനയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ, അപ്പോൾ ഹജ്ജത്തുൽ വിദായിലാണ് സംഭവം എന്ന് മനസ്സിലായി. ഞാൻ കൈതയെ അവരുടെ മുന്നിൽ കൂടെ വിട്ടിട്ടുണ്ട്, അവരുടെ മുന്നിൽ കൂടെ പെൺകൈത തന്നെ പോയിട്ടുണ്ട് എന്ന് പ്രത്യേകം ആ വിഷയം ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് പെൺകൈത എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത്. അതുപോലെ ചില ആളുകൾ പറയുന്നുണ്ട് സ്ത്രീകൾ നിസ്കരിക്കുന്നതിന് മുമ്പ് കൂടെ പോയാൽ ബാത്തിലാകും. അതും ഇല്ല എന്ന് വരുത്താനാണ് ഇവിടെ പറഞ്ഞത്. എന്താ? മനുഷ്യ സ്ത്രീ പോയാലും ബാത്തിലാവൂല, അതിൻ്റെ അപ്പുറമുള്ള പെൺകൈത പോയാലും ബാത്തിലാവൂല.
വാന യൗമൈദിൻ, നമ്മളെ ബാബുമായിട്ടുള്ള ബന്ധം പാടെ, വാന ഞാനാകുന്നത് യൗമൈദിൻ അന്ന് കദ്നാഹസ്തുൽ ഇഹ്തിലാമ പ്രായപൂർത്തി ആവലിക്ക് മുട്ടിയിട്ടുണ്ട്, അടുത്ത് വന്നിട്ടുണ്ട്. അതിങ്ങനെ തുളുമ്പി അതിങ്ങനെ പ്രായപൂർത്തിയാവുക അടുത്തൊരു സമയമാണ്. ഏകദേശം ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അന്ന് 13 വയസ്സാണല്ലോ. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ യദ്സ്തിൽ വാബു ഹാലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുസല്ലി ബിമിനൻ, മിനയിൽ വെച്ച് നിസ്കരിക്കുന്നു, ഇലാ ഗൈരി ജിദാരിൻ ഒരു മതിലല്ലാത്തയിലേക്ക്. ഇമാമിങ്ങൾ പറയുന്നു അതുകൊണ്ട് ഉദ്ദേശം മറയില്ല, മറയിലേക്കല്ലാതെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. മറയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ സുന്നത്താണ്, അതില്ലാതെ നിസ്കരിക്കാമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ബിനയിൽ വെച്ച് നിസ്കരിക്കുകയാണ്. അപ്പം എന്തായി, മറവച്ചിലേക്ക് നിസ്കരിക്കൽ നിർബന്ധമല്ല എന്ന് ഹുക്മ പഠിപ്പിക്കൽ വന്നു. ഫമറർത്തു, അപ്പം ഞാൻ നടന്നു, ബൈന യദൈ ബഅദി സഫി ചില സൊഫിൻ്റെ മുന്നിൽ കൂടെ ഞാൻ നടന്നു. വാർസൽത്തുല്ലാത്താന ഈ പെൺകൈതയെ ഞാൻ അയച്ചിട്ടു, തർത്തഉ അത് പുല്ല് തിന്നുന്നതായിട്ട്. ഫദഖൽതു അങ്ങനെ ഞാൻ പ്രവേശിച്ചു, ഫിസ്സൊഫി സൊഫിൽ പ്രവേശിച്ചു. ഫലം യുങ്കിർ ദാലിക എൻ്റെ ഈ പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻകാർ ചെയ്തില്ല, അലയ്യ എൻ്റെ മേലിൽ. മറ്റൊരു റിവായത്ത് പറയാം, ഫലം യുങ്കർ ദാലിക അലയ്യ അത് എൻ്റെ മേലിൽ നിഷേധിക്കപ്പെട്ടില്ല, ഇൻകാർ ചെയ്യപ്പെട്ട് വിരോധിക്കപ്പെട്ടില്ല. നബിയും പറഞ്ഞില്ല, നബിൻ്റെ വക്കൽ നിന്ന് പഠിച്ചതായ സ്വഹാബത്ത് ആരും പറഞ്ഞില്ല, ഈ പണി ശരിയായില്ല. 2 കാര്യമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. കൈതയെ നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ അയച്ചിട്ടു, 1. രണ്ടാമത് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ സൊഫിൻ്റെ ഇടയിലേക്ക് കയറി. ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മസല. ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ മറയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ആ തിരിഞ്ഞ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിൽ കൂടെ നടക്കുമ്പം അത് തടയാം. അത് ഇമാമിനിക്കും മുൻഫരിദിനിക്കുമാണ് ആ ഹുക്കുമുള്ളത്. സൊഫിലുള്ള ആളുകൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ പോകുമ്പോൾ അദ്ദേഹത്തെ തടയരുത്. കാരണം ഇമാമിനിക്കും മുൻഫരിദിനുമാണ് നിയമമുള്ളത്. മറ്റുള്ളവരുടെ ഇടയിൽ സൊഫായി നിസ്കരിക്കുമ്പോൾ സൊഫിൻ്റെ ഇടയിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് പോവേണ്ട പ്രശ്നങ്ങളുള്ളവരുണ്ടാകും. അതുപോലെ സൊഫിൻ്റെ ഇടയിൽ ഒഴിവുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി വരേണ്ടി വരും. അതൊന്നും തടയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇന്ന് കണ്ട് കൈകൊണ്ട് തടുത്താൽ, എങ്കിൽ അവനെ വേദനിപ്പിച്ചാൽ അത് അവനിക്കത് അനുവദിക്കപ്പെട്ടതല്ല. അനുവദിക്കപ്പെടുന്നത് മുൻഫരിദിനിക്കും ഇമാമിനിക്കുമാണ്. ഇമാമിങ്ങൾ അത് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ഹദീസിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ റളിയല്ലാഹു അൻഹുമാ 2 കാര്യമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിഅല്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തക്രീർ. എന്താ, മറയിലേക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. അത് നബി തങ്ങളെ ഫിഅലാണ് പറയുന്നത്. അത് മർഫുആയ ഹദീസാണ്. മറ്റൊന്ന്, ഞാൻ കൈതയെ സൊഫിൻ്റെ മുമ്പിൽ അയച്ചിട്ടു. അത് സൊഫിൻ്റെ അടിയിൽ കൂടെ നടന്നു എന്ന് വരെ പറയുന്നുണ്ട് ആ സംഭവ റിവായത്തുകളിൽ. രണ്ടാമത്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ സൊഫിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ സൊഫായി നിസ്കരിക്കുമ്പോൾ സൊഫിൻ്റെ ഉള്ളിൽ സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാം. അത് നിഷേധിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ കാലത്ത്. ഇബ്നു അബ്ബാസ് തങ്ങളെ ഫിഖ് ദീനല്ലല്ലോ. ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു പണി ചെയ്തിട്ട് ഇൻകാർ ചെയ്തില്ല, അത് ശരിയായില്ല, അത് പറയുന്നത് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചോദ്യം വരാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമല്ലേ, ബേക്ക് നടക്കുന്ന നബി തങ്ങൾ അറിയോ? ആ ചോദ്യം തന്നെ അപ്രസക്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിഹായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്നിലേക്ക് കാണുന്നത് പോലെ ഞാൻ ബേക്കിലും കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാകുമോ? നബി തങ്ങളെ സദസ്സിൽ അത് നബി തങ്ങളെ മുമ്പിലാരും വേണ്ടില്ല, ബാക്കിലാരും വേണ്ടില്ല, സൈഡിലാരും വേണ്ടില്ല, അത് മുഴുവൻ നബി തങ്ങൾ അറിഞ്ഞും കണ്ടേ പറ്റുള്ളൂ.
അപ്പോഴേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. നിയന്ത്രിക്കലിൻ്റെ പ്രധാന ഭാഗം കാണലാണ്. അതാണ് മഹാന്മാർ പറഞ്ഞത്. നബി തങ്ങളെ ഖുസൂസിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് കാണും പോലെ ബേക്കും കാണും. പിന്നെ അവിടെ ചർച്ച ഉണ്ട്, ആ ബേക്ക് കാണൽ എങ്ങനെയാണ്? അത് ഈ മുന്നിലെ കണ്ണുകൊണ്ട് തന്നെയാണോ? ആ കണ്ണിൻ്റെ കാഴ്ച ബേക്കോട്ടും നമുക്ക് കണ്ണിൻ്റെ പരിധി ഉണ്ടല്ലോ. കണ്ണിൻ്റെ ഏകദേശം 120 ഡിഗ്രി കാണുകയുള്ളൂ. ചുറ്റുഭാഗത്തിൽ നിന്ന് ബേക്കോട്ട് കാണാൻ കഴിയൂല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിനിക്ക് അത് തടസ്സമായിരുന്നില്ല. മുൻവയും കാണും ഈ മുന്നിലെ കണ്ണുകൊണ്ട് തന്നെ. അതല്ല, ഇതുപോലെയുള്ള കാഴ്ചക്ക് പ്രത്യേക ശക്തി അള്ളാഹു തആല ബേക്കിൽ കൊടുത്തിരുന്നു. അങ്ങനെയും പറയുന്നവരുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസങ്ങൾ സൊഫിലേക്ക് കയറിയതിനെയോ ഇബ്നു അബ്ബാസങ്ങൾ പൺകൈതയുമായി വന്ന് അത് സൊഫിൻ്റെ മുമ്പിൽ അയച്ചിട്ടതിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻകാർ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ മദ്രസിലെ 2-3 ക്ലാസ്സിലെ വരെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്വാൽ അഫ്വാൽ ഖിറാത്ത് ഇതിലേക്കാണ് നബി തങ്ങളുടെ ഹദീസ് മർഫൂആയ ഹദീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ചില വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഹദീസ് എന്ന് പറയുന്ന നബിൻ്റെ അഖ്വാല് മാത്രമേ ഉള്ളൂ, അഫ്വാലും ഖിറാത്തൊക്കെ മറ്റുള്ളവരുടെ ധാരണയായിക്കൂടെ. ഇവിടെ എന്ത് പറയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീനയ്ക്ക് മറയില്ലാതെ നിസ്കരിച്ചു, അതെന്തായിക്കൂടെ? ധാരണയായിക്കൂടെ? നബി തങ്ങളെ ഫീലാണല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ സഫിൻ്റെ ഉള്ളിലേക്ക് കയറിയത് നബി തങ്ങൾ ഇൻകാർ ചെയ്തില്ല, അത് ഇയാൾ കേൾക്കാത്തതായിക്കൂടെ? ഇങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് പറയാലോ. പറഞ്ഞവരുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് ആരാണ്? മുഹദ്ദിസീങ്ങൾ ഹദീസിനെ പറ്റി മുസ്ലിം ലോകം നിശ്ചയിച്ചു വെച്ച കാര്യം എന്താണ് എന്നറിയാതെയാണ് ആ നിഷേധിക്കുന്നതെല്ലാം പറയുന്നതെല്ലാം പടു ജാഹിലീങ്ങളാണ്, അവർ ആലിമീങ്ങളാണെന്ന് സ്വയം വാദിക്കുന്നു എന്നേ ഉള്ളൂ. وبه قال حدثنا محمد بن يوسف قال حدثنا أبو مسهر قال حدثني محمد بن حرب قال حدثني الزبيدي عن الزهري عن محمود بن الربيع أنه قال أقلت من النبي صلى الله عليه وسلم مجة مجها في وجهي وأنا ابن 5 سنين من دلو. ഇതേ ഭാഗത്തിലേക്ക് സഗീർ ഹദീസ് തഹമ്മുല് ചെയ്യാൻ എപ്പോൾ പറ്റും? അതിന് നേരിട്ട് പറയാണ്. അതിനൊക്കെയുള്ളത് ഹദീസ് കേട്ടാൽ അത് മനസ്സിലാകുന്ന പ്രായമാണ്. തെളിവായിട്ട് ഹദീസ് പറയാണ്. അഖൽതു മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മഹ്മൂദ് ബിൻ റബീഅ എന്ന് പറയുന്ന മഹാനായ സ്വഹാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വക്കൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. മഹ്മൂദ് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അവർക്ക് 5 വയസ്സാണ്. അതായത് 4 തികഞ്ഞു 5-ൽ പ്രവേശിച്ചവരാണ്. ഹിജ്റ 6-ലാണ് അവരുടെ ജനനമുള്ളത്. റസൂൽ വഫാത്താകുമ്പോൾ 4 തികഞ്ഞു 5-ൽ പ്രവേശിച്ചു. അവിടെ ചില റിവായത്തിൽ കാണാം 4-ാം വയസ്സാണ് എനിക്ക്, ചില റിവായത്തിൽ കാണാം 5 വയസ്സാണ്. അഖൽതു മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി തങ്ങളെ വക്കൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു മജ്ജതൻ, ഒരു തുപ്പലിനെ. എങ്ങനെയുള്ള തുപ്പലാണ്? മജ്ജഹ, ആ തുപ്പലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിയിരിക്കുന്നു. ഫി വജ്ഹി, എൻ്റെ മുഖത്തിൽ. വഅന, ഏത് സീൽ? ഞാനാകുന്നത് ഇബ്നു 5 സിനീൻ, 5 വയസ്സായ മോനാണ്. മിൻ ദൽവിൻ, ഒരു ബക്കറ്റിൽ നിന്നുള്ള വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിലാക്കി. എന്നിട്ട് ആ വെള്ളം എൻ്റെ മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പി. തുപ്പുക എന്നൊക്കെ പറയുമ്പം തോന്നിപ്പോകും എന്തോ വൃത്തികേട് ചെയ്യാണ്. പക്ഷെ ഇതാരാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കണം. ഉമനീർ, അത് സുഗന്ധമാണ്, ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധം.
ഏറ്റവും വലിയ ഔഷധം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപനീർ. ചെറിയ മക്കള് നബി തങ്ങളെ കാലത്ത് പ്രസവിച്ച കുട്ടികൾക്ക് ആദ്യമായി ഉമ്മമാർ മുലയല്ല കൊടുക്കല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം വായിലിട്ട് അത് ചവച്ച് അരച്ച് നബി തങ്ങൾ ആ ഉമിനീർ കലർന്ന ആ ഈത്തപ്പഴത്തിൻ്റെ അംശം കൈ കൊണ്ടെടുത്ത് അത് ആ കുട്ടിയുടെ തൊട്ട് കൊടുക്കലായിരുന്നു പതിവ്. ആ ഉമിനീർ ആദ്യമായി കുട്ടിയുടെ വയറ്റിലേക്ക് എത്താൻ വേണ്ടി ഉമ്മമാർ എപ്പോൾ പ്രസവിച്ചാലും രാത്രിയെല്ലാം പ്രസവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുണർത്തൽ അദബ് കേടാണെന്ന് മനസ്സിലാക്കി നബി തങ്ങൾ സുബഹിക്ക് പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കുട്ടിയുമായി വന്ന് അത് നബി തങ്ങളെ കൊണ്ട് തൊട്ടുപിടിപ്പിക്കും. നബി തങ്ങളെ ഉമിനീർ അത് പതിവാണ് മദീനത്ത് നബി തങ്ങളെ കാലത്ത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ സാധാരണ മനുഷ്യനല്ല, സാധാരണ ഉമിനീരല്ല നബി തങ്ങളെ ഉമിനീർ, സാധാരണ വിയർപ്പല്ല നബി തങ്ങളെ വിയർപ്പ്, സാധാരണ മൂത്രമല്ല റസൂലുള്ളാഹി തങ്ങളുടെ മൂത്രം, സാധാരണ മലമല്ല നബി തങ്ങളുടെ മലം എന്ന് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നിന്ന് വരുന്ന നബി തങ്ങളുടെ രോമങ്ങൾ അത് ബോഡി വേസ്റ്റ് എന്നല്ല പറയേണ്ടത്, അതെല്ലാം മുഅല്ലമാണ്, ആദരിക്കപ്പെടുന്നതാണ്. അതൊന്നും നീചമായതല്ല, നജസായതല്ല, ദുർഗന്ധം വമിക്കുന്നതല്ല, മനുഷ്യനിക്ക് രോഗം പകർത്തുന്നതല്ല, എല്ലാത്തിനും ശിഫയാണ്. ഇതാണ് അംബിയാക്കളുടെ പ്രത്യേകത. അതിൽ വെച്ച് സയ്യിദുൽ അംബിയ ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ബഹുമാനപ്പെട്ട മഹ്മൂദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുന്നു. അവിടുത്തെ കിണറിൽ നിന്ന് വെള്ളം കോരി ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കുന്നു. ആ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിലാക്കി അവിടെ ആ വീട്ടിലത്തെ ചെറിയ കുട്ടിയായ മഹ്മൂദ് ബിൻ റബീഇൻ്റെ മുഖത്തേക്ക് അത് തെറിപ്പിച്ചു കൊടുക്കുന്നു. അതോടുകൂടെ മഹ്മൂദ് ബിൻ റബീഅ് ലോകത്ത് അറിയപ്പെട്ട മഹാനാണ്, ലോകത്ത് അറിയപ്പെട്ട യോദ്ധാവാണ്, പല യുദ്ധങ്ങളിലും പങ്കെടുത്തവരാണ്. അവർ ലോകത്ത് മുഹദ്ദിസാണ്. പഠിക്കുമ്പോൾ എത്ര വയസ്സാണുള്ളത്? 5-ാമത്തെ വയസ്സ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടക്കം മഹ്മൂദ് ബിൻ റബീഇൻ്റെ ശിഷ്യരാണ്. അത്രയും ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് അവർ ഉയർന്നു. അതിൻ്റെ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫമു ഷരീഫ്, ഉമിനീർ, റീഖു ഷരീഫ ഏറ്റതായ ആ വെള്ളം അവിടെ മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. അത് ബർക്കത്തിന് വേണ്ടി ചെയ്തതാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നേരെ മറിച്ച് ഇത് കണ്ടിട്ട് അതുമൊന്നുമല്ലാത്ത അന്തൊന്നുമില്ലാത്ത ആളുകൾ അവരും വായിൽ വെള്ളമാക്കി കുട്ടികളുടെ മുഖത്തെ തുപ്പാ നടക്കണ്ട. ആ ഉമിനീർ ദോഷമായിരിക്കും. അത് അവര് എന്താണ് തിന്നത് എന്നോ അവർക്ക് എന്ത് രോഗമുള്ളതെന്നോ അറിയില്ല. പിന്നെ മഹാന്മാരായ ആളുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമില്ല. അപ്പൊ നബി ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ പാടില്ല. എന്നാൽ തൊട്ടുകൊടുക്കുമ്പോൾ മഹാന്മാർ പറയുന്നുണ്ട്, വലിയ വലിയ ദാക്കിരീങ്ങളായ ഔലിയാക്കളുടെ ഉമിനീര് ഈത്തപ്പഴം ചവച്ച് ആ ഉമിനീര് അല്പം വായയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, മഹാന്മാരുടേത് എന്ന് പറയുന്നുണ്ട് കുട്ടികൾക്ക് തൊട്ട് കൊടുക്കുമ്പോൾ. പിന്നെ ഈ സനദിലുള്ള റാവികൾ, ഒന്ന് മുഹമ്മദ് ബിൻ യൂസുഫ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അവരെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് അബൂ മുസ്ഹിർ റളിയല്ലാഹു അൻഹു ബിളമ്മിൽ മീമി വസുക്കൂനി സീനി, അബൂ മുസ്ഹിർ റളിയല്ലാഹു അൻഹു വകസിരിൽ ഹായി വബിറായി, അബൂ മുസ്ഹിർ എന്നവരാണ്. അവരുടെ പേര് അബ്ദുൽ അഅല എന്നാണ്. വസ്സാൻ നാട്ടുകാരനാണ്, ദിമിഷ്കുകാരനുമാണ്.
ഖീല മാ റുഇയ അഹദും ഫീ കൂറത്തിൻ മിനൽ കൂർ അഅ്ളമ ഖദ്റൻ വലാ അജല്ല ഇൻദാഹിലിഹാ മിൻ അബി മുസ്ഹിരിൻ ബിദിമിഷ്ക. ലോകത്ത് ധാരാളം പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു പ്രദേശങ്ങളിൽപ്പെട്ട ഒരു പ്രദേശത്തും പൂർണ്ണ പ്രദേശം വലിയ സ്ഥാനമാനങ്ങളും ആ നാട്ടുകാരടുക്കൽ ഏറ്റവും നിലവാരമുള്ള ആളുമായിട്ട് ലോകത്തൊരു പണ്ഡിതനെയും കാണാൻ കഴിയൂല അബൂ മുസ്ഹിറിന്റെ മാതിരി. എല്ലാ നാട്ടിലും പണ്ഡിതന്മാരുണ്ടാവും, ആ പണ്ഡിതന്മാർക്ക് നിലവാരമുണ്ടാകും. പക്ഷേ അതാത് നാട്ടിൽ, ജനിച്ചു വളർന്ന നാട്ടിൽ വലിയ ആദരവ് നൽകുന്നൊരു പണ്ഡിതൻ, അത് അബൂ മുസ്ഹിറിനെ പോലെ വേറൊരാളും കഴിഞ്ഞു പോയിട്ടില്ല. ബഹുമാനപ്പെട്ട അബൂ മുസ്ഹിർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോരുമ്പോൾ വെള്ള വസ്ത്രമാണ് ധരിക്കല്. തലയിൽ അത്യാവശ്യം ദീർഘമുള്ള ഒരു തൊപ്പിയിട്ട്, പണ്ടാരിളമാരുള്ള തൊപ്പിയല്ല, എന്നാൽ അത്യാവശ്യം പൊന്തിക്കെടുക്കുന്ന തൊപ്പിയിട്ട് അതിൻ്റെ മുകളിൽ കറുത്ത തലയെക്കെട്ട് കൊണ്ട് തലയെക്കെട്ട് കെട്ടി നല്ല ഷൂ അണിഞ്ഞ് അങ്ങനെയാണ് അവർ നാട്ടിൽ നടക്കാൻ പതിവ്. അങ്ങനെ അവർ അവരുടെ പള്ളിയിലേക്ക് വരുമ്പോൾ നാട്ടുകാരെല്ലാം അബൂ മുസ്ഹിർ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ പുറത്ത് അവർ സഫായി വരി ലൈനായി നിൽക്കും. അങ്ങനെ നിന്നിട്ട് എല്ലാവരും അബൂ മുസ്ഹിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരുമേലിൽ സലാം പറയും, അവരുടെ കൈ പിടിച്ച് ചുംബിക്കും. എല്ലാ സമയത്തും അങ്ങനെയാണ്. അബൂ മുസ്ഹിർ പള്ളിയിലേക്ക് വരുമ്പോൾ ക്യൂ ആയി ജനങ്ങൾ നിന്ന് ഓരോരുത്തരുടെ കൈ പിടിച്ച് സലാം ചൊല്ലി കൈ പിടിച്ച് ചുംബിക്കും. ഇതാണ് പറയുന്നത്. അങ്ങനെ ഒരു നിലവാരമുള്ള പണ്ഡിതൻ ലോകത്ത് അബൂ മുസ്ഹിർ അല്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറയപ്പെടലുണ്ട്. പിന്നെ അവർ ഹദീസിൻ്റെ വിഷയത്തിൽ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. ഏതൊരു മുഹദ്ദിസും അബൂ മഈൻ പറഞ്ഞ വാക്കാണ്, ഏറ്റവും വലിയ മുഹദ്ദിസാണല്ലോ. എന്താ പറഞ്ഞത്? ലോകത്ത് യഹ്യ ഇബ്നു മഈൻ ഒരു നാട്ടിൽ ഇവനേക്കാളും വലിയൊരു മുഹദ്ദിസ് ഉണ്ടാകുമ്പോൾ പിന്നെ ഓൻ ഹദീസ് പറയുകയാണെങ്കിൽ ഓൻ അഹ്മക്കാണ്, മഹാബുദ്ധിയാണ്. ഓനെക്കാളും വലിയ ആൾ ഹദീസ് പറയാണ്ടാകുമ്പോൾ അങ്ങോട്ട് വിട്ടുകൊടുക്കേണ്ട ആളുകളെ. وَإِذَا رَأَيْتَنِي أُحَدِّثُ بِبَلَدٍ فِيهَا مِثْلُ أَبِي مُسْهِرٍ فَيَنبَغِي لِلِحْيَةِ أَن تُحْلَقَ. യഹ്യ ഇബ്നു മഈൻ പറയാണ്, അബൂ മുസ്ഹിറിനെ പോലെയുള്ള ഒരു മഹാൻ ഒരു നാട്ടിലുണ്ടായിട്ട് അവിടെ വെച്ച് ഞാൻ ഹദീസ് പറയുകയാണെങ്കിൽ എൻ്റെ ഈ താടി കളയപ്പെടണം, താടി മൊട്ടടിച്ച് വിടണം, താടി കളഞ്ഞു വിടണം. താടിയൊക്കെ യോഗ്യതല്ല, താടിക്കൊണ്ട് യോഗ്യത. താടി എന്ന് പറഞ്ഞാൽ ആടുകളെ താടിൻ്റെ മാതിരി അങ്ങനെ നീട്ടി വളർത്തണമെന്ന മുജാഹിദരുണ്ട്. അങ്ങനെയൊന്നല്ല, താടി ആക്കനുസരിച്ച് താടിയുണ്ട്. ആലിമിൻ്റെ താടിയുണ്ട്, പാമറിൻ്റെ താടിയുണ്ട്. അതാണ് മാനവറുകൾ പറഞ്ഞത്, അന്തല്ലാത്ത ആലിമായി ഞാൻ നിൽക്കുകയാണെങ്കിൽ അബൂ മുസ്ഹിർ ഉള്ളോടത്ത് ഞാൻ ഹദീസ് പറയുകയാണെങ്കിൽ എനിക്ക് അന്തല്ല. അപ്പം എൻ്റെ ആലിമീങ്ങളെ ഈ താടി ഉണ്ടല്ലോ, ഞാൻ വെച്ച് ചേർക്കുന്ന താടി, കണ്ട ആലിമാൻ തോന്നുന്ന താടി, ആ താടിയാണ് മൊട്ട അടിച്ച് കളഞ്ഞു വിടണം. മഹാനവറുകൾ ആ മഅ്മൂൻ്റെ കാലത്താണ്. മഅ്മൂൻ മുസ്ലിമീങ്ങളെ മുഅ്തസിലിയാണ്, ഭരണാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ്. പക്ഷേ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയുവാൻ വേണ്ടി അന്നത്തെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും നിർബന്ധിച്ചിരുന്ന ആളാണ്. ഇമാം അഹ്മദ് ഹംബലിനെല്ലാം അദ്ദേഹം കാട്ടിയ കടുപ്പങ്ങൾ, ഉപദ്രവങ്ങൾ മസീലില്ലാത്തതാണ്, തുണയില്ലാത്തതാണ്. അത്രയും ശിക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അബൂ മുസ്ഹിർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച്
മഅ്മൂനോട് പറയപ്പെട്ടു. മഅ്മൂൻ ദിമിഷ്കിൽ വന്നപ്പോഴാണ് ആദ്യമായി അവരെ പറ്റി അറിയുന്നത്. അങ്ങനെ മഅ്മൂൻ ഇവരെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ചാരന്മാരുണ്ട് മഅ്മൂനിക്ക് പണ്ഡിതന്മാർക്കലേക്ക്. ഒരു ദിവസം മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, രോഗിയായി മഹാനവറുകൾക്ക്. രോഗിയായപ്പോൾ കാണാൻ ചെന്ന ശിഷ്യന്മാർ ചോദിച്ചു, കൈഫ അസ്ബഹ്ത, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഫി ആഫിയ റാളിയൻ അനില്ലാഹ് സാഖിതൻ അലാ ദിൽ ഖർറൈൻ, എനിക്ക് നല്ല സുഖമാണ്, പക്ഷേ അള്ളാഹുവിനെ പൊട്ട് എനിക്ക് വലിയ തൃപ്തിയുള്ളവനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ മഹാനായ ദുൽഖർനൈനി, ഖുർആൻ കഹ്ഫിൽ പറഞ്ഞ ദുൽഖർനൈനി, അവരെ തൊട്ട് എനിക്ക് ദേഷ്യമുണ്ട്. ഇപ്പം മനസ്സിൽ ദേഷ്യം വരുന്നുണ്ട്. എന്താ ദേഷ്യം? ദുൽഖർനൈനെ തൊട്ട് ദേഷ്യം പിടിച്ചാല കാരണം എന്താ? കൈഫലം യജ്അൽ സദ്ദൻ ബൈനനാ വബൈന അഹ്ലിൽ ഇറാഖ്. മഅ്മൂന്റെ ഭരണപ്രദേശം ഇറാഖിലെ ബഗ്ദാദാണ്. അപ്പം ആ അഹ്ലുൽ ഇറാഖായ ഭരണാധികാരിയായ മഅ്മൂൻ അവൻ്റെയും നമ്മുടെയും ഇടയിൽ എന്തുകൊണ്ട് ദുൽഖർനൈൻ ഒരു മതിര് പണിതില്ല? കമാ ജഅലഹു ബൈന അഹ്ലി ഖുറാസാന ബൈന യജൂജ മജൂജ്. യജൂജ് മജൂജിൻ്റെയും ഖുറാസാനിൻ്റെയും ഇടയിൽ യജൂജ് മജൂജിനക്ക് ഖുറാസാൻകാരെ ഉപദ്രവിക്കാൻ, ലോകത്തുള്ള ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി രണ്ടിൻ്റെയും ഇടയിൽ മതിൽ കെട്ടിയില്ലേ, വലിയ വമ്പം മതിൽ കെട്ടിയില്ലേ? അതേമാതിരി ഒരു മതിൽ നമ്മളെപ്പോലെയുള്ള അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാരുടെയും മഅ്മൂൻ്റെയും ഇടയിൽ എന്തുകൊണ്ട് ദുൽഖർനൈന് ഒരു മതിര് പണിതിയില്ല? അതുകൊണ്ട് ദുൽഖർനൈനോട് ദേഷ്യമുണ്ട്. ദുൽഖർനൈനോട് ദേഷ്യമുണ്ട് എന്നല്ല പറഞ്ഞത്, മഅ്മൂൻ അത്രയും മോശക്കാരനാണ് എന്നാ ആ പറഞ്ഞ അർത്ഥമുള്ളത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കലുണ്ട്. അങ്ങനെ ആ വിഷയം മഅ്മൂന് ദിമിഷ്കിലെത്തിയപ്പം ആ വിഷയം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അബൂ മുസ്ഹിർ റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് ബന്ദിയാക്കി ഇറാഖിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. അതിൻ്റെ മുമ്പ് ദിമിഷ്കിൽ വെച്ചിട്ടും സംസാരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇറാഖിക്ക് മഅ്മൂൻ്റെ കൊട്ടാരത്തിലേക്ക് അബൂ മുസ്ഹിർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുമ്പോൾ അവിടെ പരിശുദ്ധ ഖുർആൻ മഖ്ലൂക്കാണ് എന്ന് പറയാത്തതിൻ്റെ പേരിൽ ഒരാളെ അവിടെ കൊന്നിട്ടിട്ടുണ്ട്. അയാൾ കിടന്ന് പഠിഞ്ഞുകൊണ്ടിരിക്കുക. ആ സദസ്സിലേക്കാണ് അബൂ മുസ്ഹിറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അബൂ മുസ്ഹിറിനോട് മഅ്മൂൻ ചോദിക്കുകയാണ്, മാ തഖൂലു ഫിൽ ഖുർആൻ, ഖുർആനെ പറ്റി എന്താ എൻ്റെ അഭിപ്രായം? ഖാല കമാ ഖാല അല്ലാഹു തആല وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله. അപ്പോൾ എൻ്റെ അഭിപ്രായം അള്ളാഹ് പറഞ്ഞതാണ്. എന്താ? കലാമുള്ളയാണ്. ഇതാ ഞാൻ പറയുള്ളൂ. ഖുർആൻ അള്ളാഹ് പറഞ്ഞത്, ഖുർആനെ പറ്റി പറഞ്ഞത്, ഖുർആൻ ആരാണ്? കലാമുള്ള എന്നാണ്. ഫഖാല, അപ്പോൾ മഅ്മൂൻ ചോദിച്ചു, അ മഖ്ലൂഖുൻ ഹുവ, ഖുർആൻ മഖ്ലൂഖാണോ? ഔ ഗൈറു മഖ്ലൂഖിൻ, അല്ല ഗൈറു മഖ്ലൂഖോ? അപ്പോൾ അബൂ മുസ്ഹിർ ചോദിച്ചു, മാ യഖൂലു അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഇപ്പം എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ മഅ്മൂൻ പറഞ്ഞു, മഖ്ലൂഖുൻ, ഖുർആൻ മഖ്ലൂഖാണ്. അപ്പോൾ അബൂ മുസ്ഹിർ ചോദിച്ചു, യുഖ്ബിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ അനി സ്വഹാബ അവി താബിഈൻ. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിക്ക് ഒരു വസ്ഫ് നിങ്ങൾക്ക് മഖ്ലൂഖ് എന്ന് പറയണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടോ സ്വഹാബത്തിനെ തൊട്ടോ താബീങ്ങളെ തൊട്ടോ ഹദീസായി വന്നിട്ടുണ്ടോ? അതാണോ നിങ്ങൾ പറയുന്നത്? ഹദീസായിട്ട് പറയാണോ? ഖാല ബിന്നദർ, ഞാൻ ചിന്തിച്ച് പറയാണ്, ഖുർആനിലും ഹദീസിലും സ്വഹാബത്തിൻ്റെയും താബീൻ ചരിയിലും അങ്ങനത്തെ ഒന്നില്ല. അങ്ങനെ അവർ രണ്ടാളും തമ്മിൽ ആ വിഷയവുമായി ചർച്ചകൾ നടന്നു. അപ്പോൾ മഅ്മൂൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, നഹ്നു മഅൽ ജുംഹൂരിൽ അഅളം അഖൂലു ബിഖൗലിഹിം ഫൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഖുർആൻ ജുംഹൂറും ഭൂരിപക്ഷം ഇമാമിങ്ങളും പറയുന്നതേ ഞാൻ പറയുള്ളൂ. അതെന്താ? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ഗൈറു മഖ്ലൂഖാണ്. അങ്ങനെ മഅ്മൂൻ പറഞ്ഞു, വാളും
വിരിക്കാനുള്ള വിരിയും കൊണ്ടുവരികയെന്ന് സുപ്രീം കൊണ്ടുവരികയെന്ന് പറഞ്ഞു. അങ്ങനെ ആരാച്ചാരന്മാർ കൊണ്ടുവന്നപ്പോൾ മഅ്മൂനോട് പറഞ്ഞു, എന്താ ഞാൻ പറയേണ്ടത്? ഖുർആൻ മഖ്ലൂക്കാന്ന് പറയാറ്. അപ്പോൾ പറഞ്ഞു മഖ്ലൂക്ക്. അപ്പോൾ മഅ്മൂൻ പറഞ്ഞത്, ഇതുവരെ തർക്കിച്ചതിൻ്റെ എതിരല്ലേ, പേടിച്ചിട്ട് പറയല്ലേ, അതുകൊണ്ട് അന്നെ ഞാൻ ഇപ്പം കൊല്ലണില്ല, അന്നെ ഞാൻ വിടൂല എന്ന് പറഞ്ഞ് ജയിലിലേക്ക് അയച്ചു. ആ ജയിലിൽ വെച്ച് അവരുടെ 78ാമത്തെ വയസ്സിൽ 140 ജനനം, 218 വഫാത്ത്. 78ാമത്തെ വയസ്സിൽ അവർ മഅ്മൂനിൻ്റെ ബഗ്ദാദിലുള്ള ജയിലിൽ വെച്ച് വഫാത്തായി. ജയിലിൽ വെച്ച് വിട്ടു. ആ മിഹ്നത്തിൻ്റെ സമയത്ത് മരണപ്പെട്ടുകയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പേരിലാണെന്നാണ് ചരിത്രമുള്ളത്. അന്ന് 50,000 സ്ത്രീകൾ തന്നെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഗ്ദാദിലെ ഒരു ചെരുവ് പോലും, ഒരു സ്ഥലം പോലും, ഒരു ഇഞ്ച് സ്ഥലം പോലും ജനനിബിഡമല്ലാത്തുണ്ടായിരുന്നില്ല ഇമാം അഹ്മദ് ഹംബൽ തങ്ങൾ വഫാത്താകുമ്പോൾ. അതേമാതിരി തന്നെ ബഗ്ദാദിലുള്ള എല്ലാ ജനങ്ങളും അവരുടെ ജനാസക്ക് പങ്കെടുത്തു. മഹാനാണ് അബൂ മുസീർ റളിയല്ലാഹു അൻഹു. അവരുടെ പൊരുത്തം, കാവൽ നമുക്ക് നൽകട്ടെ അവരുടെ ബർക്കത്ത് കൊണ്ട്. ഇസ്ലാമിൻ്റെ തനിമയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തട്ടെ. പിന്നെ മുഹമ്മദ് ബിൻ ഹർബ് അടുത്ത റാവി, അവരെ സംബന്ധിച്ച് മുമ്പ് നാം പറഞ്ഞു പോയിട്ടുണ്ട്. 4-മത്തത് അബുൽ ഹുദൈൽ മുഹമ്മദ് ബിൻ വലീദ് ബിൻ ആമിർ അസ്സബീദി അശ്ശാമി അൽ ഹിംസി ഖാലിഹ. അബുൽ ഹുദൈൽ എന്ന് പറയുന്നത് അവിടുത്തെ ഖാലിയാണ്. അസ്സിഖത്തുൽ കബീറുൽ മുഫ്തിൽ കബീർ, കബീറായ വിശ്വസ്തനാണ് അബുൽ ഹുദൈൽ. മുഹമ്മദ് ബിൻ വലീദ് എന്നവർ വലിയ മുഫ്തിയുമാണ്. മക്ഹൂൽ, സുഹരി ഇങ്ങനെയുള്ള മഹാന്മാരെ തൊട്ട് ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ശിഷ്യന്മാരായിട്ട് ധാരാളം പേരുണ്ട്. മുഹമ്മദ് ബിൻ ഹർബ് ഉണ്ട്, യഹ്യ ബിൻ ഹംസ ഉണ്ട്. ബഹുമാനപ്പെട്ട സുഹരി ഇമാമിൻ്റെ ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ആൾ ഈ സനദിൽ പറയുന്ന സുബൈദി എന്ന് പറയുന്ന മഹാനാണ്. അബുൽ ഹുദൈൽ മുഹമ്മദ് ബിൻ വലീദ് ബിൻ ആമിർ സുബൈദ് സാക്കുലൊമ്മ കൊണ്ടാണ് ലബ്താക്കിയിട്ടുള്ളത്. അവരുടെ ഉസ്താദ്, പിന്നെ അവരുടെ ഉസ്താദ് സുഹരിയുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട താബിഈൽ ജലീലായ തങ്ങൾ വഫാത്താകുമ്പോൾ 5-ാമത്തെ വയസ്സിലുള്ള മഹ്മൂദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു.